ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് പച്ചരി ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 മണിക്കൂർ അരി കുതിർത്താൻ മാത്രമേ നമുക്ക് ആവശ്യം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെറും 5 മിനിറ്റ് മാത്രം മതി. അപ്പോൾ ഇങ്ങനെയൊന്ന് പച്ചരി കഴുകി വാരി കുതിർത്തി എടുക്കുക കേട്ടോ. നമുക്ക് ഈ പച്ചരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 2 വലിയ സ്പൂൺ പുളിയുള്ള തൈര്, കട്ട തൈര് ചേർത്ത് കൊടുക്കാം. പുളി ഇല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല, ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. 2 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ വെള്ളം ചേർക്കരുത്, ഇത് ഒതുക്കിയെടുത്തതിന് ശേഷമേ ഇതിലേക്ക് വെള്ളം ചേർക്കാവൂ. ഇത് നമ്മൾ ഇങ്ങനെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നല്ല കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി, ഒട്ടും തന്നെ ലൂസായി പോകരുത് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ച് എടുക്കാൻ പോവാം. തരിയൊന്നും കൂടാതെ നല്ലപോലെ അടിച്ചെടുക്കുക. അപ്പോൾ നല്ല വെണ്ണ പോലെ ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിന് വേണം നമുക്ക് ഈ മാവ് അടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റാം. മാവ് പകർത്തി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അത് നല്ലത് നമ്മളുടെ കൈയാണ്. മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ മാവ് നല്ല സോഫ്റ്റാക്കി ഈ ഒരു പാകത്തിന് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 പച്ചമുളക് നമ്മളുടെ ഇഷ്ടത്തിന് കൂട്ടി വേണമെങ്കിൽ കൂട്ടിയില്ലെങ്കിൽ കുറച്ച് എടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്ത് എടുത്താലും മതി. എല്ലാം ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം കേട്ടോ. അത് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ കത്രികയ്ക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ കറിവേപ്പില വലുതായി ഇതിൽ കിടക്കും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇതോടൊപ്പം കുറച്ച് മല്ലിയിലയും കൂടെ ഇതേപോലെ തന്നെ ചേർക്കാം കേട്ടോ. മല്ലിയില ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിനെ ബാധിക്കത്തൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഓക്കെ, ഇതിലേക്ക് കുറച്ച് ഉപ്പ്. സാധനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു 3 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത്ര കണക്കൊന്നുമില്ല കേട്ടോ. അതൊക്കെ നമുക്കത് കുഴച്ച് വരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഈ ഒരു മാവ് കുറച്ച് ലൂസായിട്ട് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് കുഴക്കട്ടെ. ലൂസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, നേരെ കുറച്ചും കൂടെ റവ എടുക്കാം. അപ്പോൾ എനിക്കിതിന് കണക്ക് പറയാൻ പറ്റത്തില്ല എത്രയും വേണമെന്ന്. ഞാൻ വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. അത്യാവശ്യം നല്ല കട്ടിക്കാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. അതെ, ഏകദേശം കട്ടിയായിട്ടുണ്ട്. ഈ ഒരു പാകം വരെ മതി കേട്ടോ. നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. റവയല്ലേ, കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത്തിരി കൂടി സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് കുഴച്ച് ഒരു മൂടി അടച്ച് 5 മിനിറ്റ് വെക്കാം. എല്ലാ ഭാഗത്തും ഉപ്പും എല്ലാം എത്തിക്കണേ. ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കട്ടെ കേട്ടോ. ഒരു മൂടി അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു പാകത്തിൽ നല്ല സെറ്റായിട്ട് മാവ് ഈ ഒരു പാകത്തിന് കട്ടിയായിട്ട് വരും കേട്ടോ. 5 മിനിറ്റ് റവയല്ലേ, ആ വെള്ളമൊക്കെ എല്ലാം കുടിക്കും റവ. ഇനി നമുക്ക് ഇതൊന്നും കൂടെ ഇങ്ങനെ കുഴച്ച് എടുക്കാം. കുഴച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പൊന്ന് നോക്കാം കേട്ടോ. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വടയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. ഈ വട ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഷേപ്പിലാണല്ലേ കാര്യം. ഷേപ്പ് നല്ലതാണെങ്കിൽ മാത്രമേ കാണാനും ഭംഗിയുണ്ടാവത്തുള്ളൂ, കുട്ടികൾ കൂടുതലായിട്ട് അത് കഴിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അതേപോലെ ഇതുപോലത്തെ ഒരു കൈ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, അതിലും കുറച്ച് ഓയിൽ തടവിയെടുക്കുക. നിങ്ങൾ ഈ ഓയിലിന് പകരം ഒരിക്കലും വെള്ളം യൂസ് ചെയ്യരുത്. വെള്ളം നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ നേരെ ഇത് ഉണ്ടാക്കിയിട്ട് നല്ല ചൂട് എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയിൽ വെള്ളത്തിന്റെ അംശം വീഴുവാണെങ്കിൽ എല്ലാവർക്കും അറിയാം എണ്ണ പൊട്ടി
തെറിക്കും. നമ്മുടെ കയ്യിലാണെങ്കിലും ചിലപ്പോൾ മുഖത്തേക്കൊക്കെ തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എണ്ണയാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ഞാൻ കുറച്ച് ഓയിൽ കയ്യിലും അതുപോലെ കയ്യിലും തടയിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഇങ്ങനെ എടുക്കുക. ഈ ഒരു കയ്യിലിൻ്റെ മീതെ ഇങ്ങനെയൊന്ന് പ്രസ് ചെയ്യുക. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നടുക്കൊരു ഹോൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരെ നമുക്ക് എണ്ണയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ ഒരു ചട്ടകം പോലത്തെ കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ കൂടെ വിട്ട് പോരുകയും ചെയ്യും. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചരി കൊണ്ടിട്ടുള്ള വട, അതും 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ക്രിസ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ഈ വട കിട്ടിയിരിക്കുന്നത്. സാമ്പാർ ഉണ്ടെങ്കിൽ അതിൽ മുക്കി കഴിക്കാം, അതും അല്ലെങ്കിൽ ചട്നിയിൽ മുക്കി വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. സാമ്പാറിലേക്ക് മുക്കി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയാണേ. അതുപോലെ നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചട്നിയിൽ മുക്കിയും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അടിപൊളി. എല്ലാവരും അപ്പോൾ ഒന്ന് പച്ചരി വെച്ചിട്ട് ട്രൈ ചെയ്യുക. നമ്മളെപ്പോഴും ഉഴുന്നുകൊണ്ടല്ലേ വട ഉണ്ടാക്കുക, പച്ചരി കൊണ്ടും ഉണ്ടാക്കിയെടുക്കാം.